കൊച്ചി മരടിൽ വെടിക്കെട്ട് പുരയിലുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മരട് സ്വദേശിനി നളിനിയാണ് മരിച്ചത്. ലൈസൻസ് ഇല്ലാതെയായിരുന്നു വെടിക്കെട്ടുശാല പ്രവർത്തിച്ചിരുന്നതെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എം രാജമാണിക്യം പറഞ്ഞു. ഇന്ന് രാവിലെ മാത്രമാണ് ലൈസൻസിന് അപേക്ഷ നൽകിയതെന്നും രാജമാണിക്യം അറിയിച്ചു. മരിച്ചയാളുടെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. മരട് കൊട്ടാര ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 19, 20 തീയതികളിൽ നടക്കാനിരിക്കുന്ന വെടിക്കെട്ടിന് പടക്കങ്ങൾ നിർമ്മിച്ചിരുന്ന തെക്കേച്ചേരി വാരത്തിന്റെ വെടിപ്പുരയിലാണ് തീപിടുത്തമുണ്ടായത്. ഇതോടെ ഇവിടെ സൂക്ഷിച്ചിരുന്ന 25 കിലോയോളം സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു. അപകടത്തെ തുടർന്ന് വെടിപ്പുരയിൽ ജോലി ചെയ്തിരുന്ന നളിനി എന്ന സ്ത്രീ മരിക്കുകയും ജലജ എന്ന സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ലൈസൻസ് ഇല്ലാതെയാണ് ഇവിടെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്ന് ജില്ലാ കളക്ടർ എം ജി രാജമാണിക്യം പറഞ്ഞു. ഈ അമ്പലത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ളത് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് വച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്രിലിമിനറി ആയിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് ഒരാൾ ഇപ്പോൾ മരിച്ചിട്ടുണ്ട്, ഒരാൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. വലിയ ശബ്ദത്തോടെയാണ് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത്. പരിസരത്തുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മന്ത്രി കെ ബാബു, CPM ജില്ലാ സെക്രട്ടറി പി രാജീവ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. അപകടത്തിനിരയായവരുടെ കുടുംബാംഗങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. വളരെ സൂക്ഷ്മമായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഏതായാലും ഈ മരിച്ച ആളുകളുടെ കുടുംബത്തെ സഹായിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കും. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചവർക്കെതിരെ പോലീസ് കേസെടുക്കും. 2008 മരട് കൊട്ടാര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിനിടെ ഉണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.